അടിമാലി ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിൽ ഉൾപ്പെട്ട മില്ലുംപടി സ്നേഹദീപം റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് യാത്രാക്ലേശമുണ്ടാക്കുന്നു. നിരവധി കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡാണ് കുണ്ടും കുഴിയുമായി കിടക്കുന്നത്. റോഡിന്റെ നിർമ്മാണ ജോലികൾ നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. ദിവസവും നിരവധിയായ ആളുകൾ യാത്രക്കായി ഉപയോഗിക്കുന്ന റോഡാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡിൽ ഉൾപ്പെടുന്ന മില്ലുംപടി സ്നേഹദീപം റോഡ്. പ്രദേശത്തെ പ്രധാന ഇടവഴികളിലൊന്നായ ഈ റോഡിന്റെ ഏതാനും ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതാണ് പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത്. റോഡിൽ മുമ്പ് ടാറിംഗ് ജോലികൾ നടത്തിയെങ്കിലും ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ടാറിംഗ് ഇളകിപ്പോയതായി പ്രദേശവാസികൾ പറയുന്നു. വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് ടാറിംഗ് അല്ല, പകരം കോൺക്രീറ്റ് ജോലികൾ നടത്തി റോഡ് യാത്രായോഗ്യമാക്കുകയാണ് വേണ്ടതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആ സ്നേഹദ്വീപിൻ്റെ പ്രധാന റോഡാണിത്. അപ്പോൾ സ്നേഹദ്വീപ് അംബേദ്കർ റോഡുമായി കണക്ട് ചെയ്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ റോഡിൽ നിന്ന് തന്നെ അംബേദ്കർ റോഡിൽ നിന്നും 200 ഏക്കർ മില്ലുംപടി 4 സെന്റ് കോളനിയിലേക്കുള്ള റോഡിലേക്ക് കണക്ട് ചെയ്ത് വേറൊരു പാരൽ റോഡുമുണ്ട്. ഈ റോഡ് രണ്ടും കോൺക്രീറ്റ് ചെയ്താലേ ഇവിടെ നിലനിൽക്കുള്ളൂ. ഇത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചാൽ വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടിയന്തരമായി ഈ റോഡ്, ഈ കുണ്ടും കുഴി ആയി കിടക്കുന്ന ഈ റോഡ്, ചെളിക്കുഴി ആയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ഗതാഗത സൗകര്യത്തിനുള്ള റോഡാക്കി മാറ്റാൻ അടിയന്തരമായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് തയ്യാറെടുക്കണം. കാരണം പഞ്ചായത്തിൻ്റെ കാലാവധി തീരാൻ പോവുക. അതിനു മുമ്പ് ഇത് റോഡ് ഭംഗിയാക്കി നടക്കാനുള്ള ഒരു യാത്രാ സൗകര്യം ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അംബേദ്കർ റോഡുമായിട്ടാണ് മില്ലുംപടി സ്നേഹദീപം റോഡ് സംഗമിക്കുന്നത്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ടാക്സി വാഹനങ്ങൾ ഇതുവഴി കടന്നുവരാൻ മടിക്കുന്ന സ്ഥിതിയുണ്ടെന്ന് സമീപവാസികൾ പറഞ്ഞു. മഴക്കാലം എത്തുന്നതോടെ കുഴികളിൽ ആകെ വെള്ളക്കെട്ടും രൂപം കൊള്ളും. ഈ റോഡിന്റെ നിർമ്മാണ ജോലികൾ ഫലപ്രദമായ രീതിയിൽ പൂർത്തീകരിക്കണമെന്നാണ് ഈ റോഡിനെ യാത്രയ്ക്കായി ആശ്രയിക്കുന്നവരുടെ ആവശ്യം.